PV Anwar MLA ഉയർത്തിയ ആരോപണങ്ങൾ ഏറ്റെടുത്ത് പ്രതിപക്ഷം തെരുവിലേക്കിറങ്ങുകയാണ്. പൂരം കലക്കിയതിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിലുള്ളത് ദുരൂഹതയെന്ന് CP മുഖപത്രം പറയുന്നു. തുടരന്വേഷണം വേണമെന്ന് DGPയും പറയുന്നു. ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യമെന്ന് പ്രതിപക്ഷം പറയുന്നു. സർക്കാർ വിഷമവൃത്തത്തിലായോ എന്നാണ് ചോദ്യം. അതിഥികളായ നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി ജ്യോതികുമാർ ചമക്കാല, ഇടതു നിരീക്ഷകൻ M ജയചന്ദ്രൻ, BJP പ്രതിനിധി TP ജയചന്ദ്രൻ എന്നിവർ. ജ്യോതികുമാർ ചമക്കാല, പൂരം കലക്കി മുഖ്യമന്ത്രി, RSSന്റെ ഏജന്റാണ് മുഖ്യമന്ത്രി തുടങ്ങിയ പരിഹാസങ്ങളും ആക്ഷേപങ്ങളുമായാണോ ഇനി നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത്? അങ്ങനെ പറഞ്ഞു വന്നാൽ വീണ്ടും മുഖ്യമന്ത്രി കോൺഗ്രസും RSSും തമ്മിലുള്ള ബാന്ധവം ഉയർത്തിക്കാട്ടിയുള്ള പഴയ പ്രഭാഷണങ്ങളും തിരിച്ചടിയും ഉണ്ടാവില്ലേ? ജ്യോതികുമാർ ചമക്കാല, ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വിഷയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞോ? കുമാറെ, ഇവിടെ യാഥാർത്ഥ്യങ്ങളായില്ലേ? നമുക്ക് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞെല്ലാം മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണക്കാർക്ക് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ നമുക്ക് സംവദിക്കാം, നമുക്ക് സംസാരിക്കാം. അവർക്ക് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള ശേഷിയുണ്ടല്ലോ. ഞങ്ങൾ പറയുന്നതിനകത്ത് എന്താണ് തെറ്റ് എന്ന് തെറ്റുണ്ടെന്ന് CPക്കാർ പറയില്ല, ഘടകകക്ഷികൾ ആരും പറയില്ല, മുഖ്യമന്ത്രി ഒഴികെയുള്ള CPമാരും പറയില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് കേരളത്തിൻ്റെ അഭിപ്രായമാണ്. ഞങ്ങൾ മാത്രമല്ല, ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അനുചരന്മാരും ഒഴികെ ബാക്കി എല്ലാവരും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചാണ്. നമുക്കെല്ലാവർക്കും അത് ബോധ്യവുമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും അത് ബോധ്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇവിടെ പൂരം കലക്കൽ എന്ന ഫ്രേസ് തന്നെ പതിയെ കേരളീയ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ആ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്, അതുമായി ബന്ധപ്പെട്ട് നോക്കൂ, നമ്മൾ എത്ര ദിവസമായി ചർച്ച ചെയ്യുന്നു. 7 ദിവസം കൊണ്ട് റിപ്പോർട്ട് തരാം, ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ട് 5 മാസമായി. അത് തന്നെ മുഖ്യമന്ത്രി ഭംഗ്യന്തരേണ എത്ര കൗശലത്തോടുകൂടിയാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഈ വിവാദമെല്ലാം വന്ന് RSSുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവാദം വന്ന് അതിനു മുമ്പ് PV Anwar പറഞ്ഞ കുറേ ADGPക്കെതിരായിട്ട് ഉൾപ്പെടെ മുഖ്യമന്ത്രി ഓഫീസിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം പുറത്തു വന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു. അപ്പോൾ ADGP എവിടെയൊക്കെ ഇത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയായി. ആ ചർച്ചയിലൂടെ വീണ്ടും പൂരം കലക്കൽ കൃത്യമായി രംഗത്ത് വന്നു. അപ്പോൾ RSS CPM ബന്ധം അഥവാ RSS പിണറായി വിജയൻ ബന്ധം, ആ ബന്ധം സ്ഥാപിക്കുന്ന തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോഴാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. ആ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തുമില്ല, ആരാവശ്യപ്പെട്ടോ അയാൾ ആവശ്യപ്പെട്ടുമില്ല, തുടർന്ന് ആവശ്യപ്പെട്ടുമില്ല, സമയത്ത് കിട്ടാതെ വന്നപ്പോൾ ആവശ്യപ്പെട്ടുമില്ല. അതിൽ നിന്നെന്താ ബോധ്യപ്പെടുന്നത്? ഇത് നമ്മളെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസമായിരുന്നു. മുഖ്യമന്ത്രിയും ADGPയും തമ്മിലുള്ള ഒരു അഭ്യാസമായിരുന്നു. മാത്രമല്ല, ഈ വിവാദത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ADGPയെ തന്നെ അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. മാത്രമല്ല, ആ ADGP ഈ പൂരം കലക്കുന്നതിന് നേതൃത്വം നൽകിക്കൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയുമാണ്. അദ്ദേഹം ഒരു സിറ്റി പോലീസ് കമ്മീഷണർ. ഈ PV Anwar ഈ വിഷയവുമായി വരുന്നതുവരെ, പ്രതിപക്ഷ നേതാവ് PV Anwar ഈ ആരോപണം ഉയർത്തുന്നതുവരെ ADGP അജിത് കുമാറിനെതിരെ ഒരു വിമർശനം പോലും ഉയർത്തിയിരുന്നില്ലെന്ന് മാത്രവുമല്ല, ഇങ്ങനെ പൂരം കലക്കിയത് ADGP ആണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആ രീതിയിൽ വലിയ പ്രചരണം പ്രതിപക്ഷവും നടത്തിയിട്ടില്ല. അന്ന് ആരോപണ വിധേയനായിരുന്നില്ല ഈ അന്വേഷണം ഏൽപ്പിക്കുമ്പോൾ. അതല്ലെങ്കിൽ നിങ്ങൾ ആ സമയം മുതൽ തന്നെ പ്രതികരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആരോപണ വിധേയനായ ഒരാൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ട് സ്വീകരിച്ച് തുടർ നടപടിക്ക് സർക്കാരിന് സാവകാശം കൊടുക്കലല്ലേ മര്യാദ? ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ചിലപ്പോൾ സർക്കാർ തയ്യാറാണെങ്കിലോ റിപ്പോർട്ട് കണ്ടിട്ട്, റിപ്പോർട്ട് കാണാതെ നമ്മളൊരു നിലപാടെടുക്കുന്നത് ശരിയാണോ ജ്യോതി? അരുണെ, റിപ്പോർട്ടിനെ സംബന്ധിച്ച് നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയല്ലേ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയൂ. മാധ്യമങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾ കരുതണമെന്നാണോ താങ്കൾ പറഞ്ഞതിന്റെ ഞങ്ങൾ പറഞ്ഞത്? ഇപ്പോൾ പരാമർശങ്ങൾ നിങ്ങൾക്ക് സ്വീകാര്യമല്ല, അതാണ് ആ റിപ്പോർട്ടിലുള്ളതെങ്കിൽ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കയ്യിൽ കിട്ടാതെ തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. റിപ്പോർട്ടിന്റെ മെറിറ്റിലേക്കാണ് ഞാൻ പോയത്. അല്ല, അതിലെ തുടരന്വേഷണത്തിലേക്ക് നമുക്ക് പിന്നീട് വരാവുന്നേ. തുടരന്വേഷണം ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണമാണല്ലോ ആവശ്യപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ടിലെ കാര്യങ്ങൾ എന്താണ്? അന്വേഷണ റിപ്പോർട്ടിന്റെ ബേസിസിൽ ആർക്കെതിരെയും ഒരു നടപടിക്കും ശുപാർശ ചെയ്തിട്ടില്ല, ശരിയല്ലേ? ശരി. അവിടെ ഒരു ആകെപ്പാടെ ഒരു കുറ്റക്കാരനായി കണ്ടിട്ടുള്ള ഒരു കമ്മീഷണറെ മാത്രമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കെ കമ്മീഷണറെയും അതെ, ആയിക്കോട്ടെ.
ഞാൻ പറഞ്ഞത് അവിടെ ഇത്തരത്തിലൊരു അട്ടിമറി നടത്തിയിട്ട് അതിലൊരു കമ്മീഷണറിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് പിന്നെ ഈ പറയുന്ന ദേവസ്വങ്ങൾ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അപ്പോൾ അവിടെ അന്ന് മുതൽ ദേവസ്വത്തിനും പരാതിയുണ്ടെന്നേ, 2 ദേവസ്വങ്ങൾക്കും പരാതിയുണ്ട്, പിന്നെ അവിടുത്തെ പൊതുപ്രവർത്തകർക്ക് പരാതിയുണ്ട്, CPIയുടെ നേതാക്കന്മാർക്ക് പരാതിയുണ്ട്, ഞങ്ങൾക്ക് പരാതിയുണ്ട്. ആ പരാതിയൊക്കെ നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് കിട്ടിയില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പിന്നെ ADGP നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? ADGP സംശയിച്ചേ മതിയാവൂ. കാരണം പിന്നീടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചെയ്തികളും ഇപ്പോഴത്തെ ചെയ്തികളും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ, ഞാൻ നേരത്തെ താങ്കൾ ഉൾപ്പെടെയുള്ള ചർച്ചയിൽ പറഞ്ഞതാണ്, ശബരിമല വിഷയം വന്നപ്പോൾ അവിടെ പിന്നെ ഈ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായി RSS അവിടുത്തെ പിന്നെ പോലീസിന്റെ നിയന്ത്രണം പോലും ഏറ്റെടുത്തതുപോലെ പോലീസിന്റെ മെഗാഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഭക്തരെ നിയന്ത്രിക്കുന്ന പോലീസിന് പകരമായി നമ്മളവിടെ കണ്ടത് വത്സൻ തില്ലങ്കേരിയാണ്. അവിടെയും ഉണ്ടായിരുന്നത് ADGP ആണെന്നേ. ADGPക്ക് കഴിയില്ല അത്തരത്തിൽ നിയന്ത്രിക്കാൻ. അവിടെ വന്നത് മുഴുവൻ RSSകാരല്ലോ, അവിടെ വന്നത് ഭക്തർ കൂടിയല്ലേ, ഭക്തരായിരുന്നല്ലോ അവിടെ RSS വന്നതിനാണ് ഇത്തരത്തിൽ പിന്നെ എന്താ പറയുന്നത്, അവിടെ ആചാര ലംഘനം ഉണ്ടാകാതെ നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ RSS നേതാക്കന്മാർക്ക് അദ്ദേഹം മെഗാഫോൺ കൊടുത്തത് മുതൽ ഇങ്ങോട്ടൊന്ന് താങ്കൾ ഒന്നൊന്നായി ആലോചിച്ച് നോക്കൂ. കൃത്യമായി ആസൂത്രിതമായി ADGP ഇടപെട്ട് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആ റിപ്പോർട്ട് ഇന്ന് കിട്ടിയിട്ടേ ഉള്ളൂ. മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് പഠിച്ച് നാളെ ക്യാബിനറ്റിൽ അത് അവതരിപ്പിച്ച് ഒരു തീരുമാനം എടുക്കുന്നത് വരെ പ്രതിപക്ഷം കാത്തിരിക്കാതെ തെരുവിലേക്ക് ഇന്നേ ഇറങ്ങിയത് എന്തിനാണ്? മുഖ്യമന്ത്രി പറഞ്ഞത് റിപ്പോർട്ട് കേട്ടെ, ആ റിപ്പോർട്ടിന്റെ ഭാഗമായി ഔദ്യോഗിക കൃത്യവിലോപനം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടപടിയുണ്ടാവും. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കില്ല. റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരുന്നുകൂടെ ജ്യോതി എന്നതാണ് എൻ്റെ ചോദ്യം. അതെ അരുണെ, അവിടെ അരുൺ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് PV അൻവർ ഉയർത്തിയ വിഷയം ഉൾപ്പെടെ പൂരം കലക്കിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചേർത്തുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി സമരരംഗത്താണ്. ആ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതനുസരിച്ചാണ് ഇന്ന് 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കേരളത്തിലെ 281 ബ്ലോക്ക് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്ക് കമ്മിറ്റികൾ, അതായത് ഒരു നിയോജകമണ്ഡലത്തിൽ 2 സ്ഥലം വീതം, അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ 281 സ്ഥലത്ത് ഇത്തരത്തിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചത്. ഇത് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ പരിപാടി നടന്നിട്ടുണ്ട്, DCCയുടെ അടിസ്ഥാനത്തിൽ പരിപാടി നടന്നിട്ടുണ്ട്, ബ്ലോക്കിൻ്റെ വേറൊരു പരിപാടി നേരത്തെ നടന്നിട്ടുണ്ട്, പിന്നെ KPCയുടെ പരിപാടി സെക്രട്ടറിയിലേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രി ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്രിമിനൽ സംഘത്തിനെതിരായിട്ടും അതുപോലെ തന്നെ ഇത്തരത്തിൽ സമരരംഗത്താണ്. അതിൽ അതൊക്കെ ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് ആരോപണം എന്താ അരുണെ എന്നിൽ നിന്ന് മറുപടി കിട്ടാനെന്ന് ഞാൻ പറയാം. നോക്കൂ, ആരോപണം ഉന്നയിച്ച അൻവർ നിശബ്ദനായെങ്കിൽ 2 ഭാഗമാണുള്ളത്. ഒന്ന്, ആരോപണം ഉന്നയിച്ച അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് അൻവർ സമ്മതിക്കുന്നതാണ് നമുക്ക് എക്സ്ട്രീമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അൻവറിനെതിരെ കേസെടുക്കണ്ടേ? ഇനി ആരോപണം ഉന്നയിച്ച അൻവർ ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ എൻ്റെ ജൈത്രയാത്ര തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ അദ്ദേഹം സൈലന്റ് ആയതുകൊണ്ട് ഈ മുന്നോട്ട് വെച്ച ആരോപണങ്ങളെല്ലാം ഇല്ലാതാകുമോ? അതിനെ സർക്കാർ വ്യക്തമാക്കട്ടെ. BJP പ്രതിനിധി കൂടി നമുക്കൊപ്പമുണ്ട്, എം ജയചന്ദ്രൻ. ഉപതെരഞ്ഞെടുപ്പിനുള്ള അജണ്ട നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു, വിഷയം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. പൂരമടക്കമുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് ബ്ലോക്ക് തലമടക്കം ഇന്നിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അൻവറിനെ ആയുധമാക്കി തെരുവിൽ പയറ്റിയാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? പൂരം കലക്കിയതിൻ്റെ ഒരറ്റത്ത് നിങ്ങളുണ്ട് എന്നാണ് പ്രതിപക്ഷവും CPIയും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം BJPക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും, വലിയ രീതിയിൽ നിങ്ങൾ പ്രതിരോധിക്കേണ്ടി വരും. നിങ്ങൾ ഈ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്കൊപ്പം എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. എം ജയചന്ദ്രൻ. TP ജയചന്ദ്രനാണ്. എം ജയചന്ദ്രൻ CPM-ന്റെ ഇടതുപക്ഷ TPയിലേക്ക് അതെ. അരുണേ, ഇവിടെ CPM-ന്റെയോ കോൺഗ്രസിൻ്റെയോ ഔദാര്യത്തിലല്ല ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ രാജ്യത്തും കേരളത്തിലും വളർന്നത് എന്ന നഗ്നമായ സത്യം ആദ്യം നമ്മൾ അംഗീകരിക്കുക. ഇവരുടെ ആരുടെയും ഒരു ഔദാര്യവും BJPക്ക് ഇന്നലെ വരെ കിട്ടിയിട്ടില്ല, ആവശ്യവുമില്ല, കിട്ടിയാൽ സ്വീകരിക്കുന്നതുമല്ല. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള താല്പര്യം എന്താണ്? ഉടുമുണ്ടഴിഞ്ഞ് വിവസ്ത്രരായി ദയനീയമായി പരാജയപ്പെട്ട് ജനങ്ങളുടെ ഗോതയിൽ നിൽക്കക്കള്ളിയില്ലാതായ ഒരു പ്രസ്ഥാനം ഇവരുടെ ഒരു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിലാണ് ഇപ്പോൾ പച്ചപിടിക്കുന്നത്.
നോക്കൂ അരുൺ, ഞാൻ ചോദിക്കട്ടെ, KPCC ഒരു അന്വേഷണ കമ്മീഷൻ നിശ്ചയിച്ചല്ലോ. ആരൊക്കെയാ? ചില്ലറക്കാരൊന്നുമല്ല. KC ജോസഫ്, സിദ്ദീഖ്, R ചന്ദ്രശേഖരൻ, ചില്ലക്കാരൊന്നുമല്ല. കഴിഞ്ഞ 5 മാസമായി ഗവേഷണം നടത്തിയ റിപ്പോർട്ടിനെ കുറിച്ച് ജ്യോതികുമാർ ചാമക്കാല എന്താ പറയുക? ആ റിപ്പോർട്ടിന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എന്താണ് ആ റിപ്പോർട്ടിൽ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ? KPCC സൂപ്പർവൈസറി റിപ്പോർട്ട് പറയുന്നു, TN പ്രതാപനും തൃശൂർ ജില്ലാ കമ്മിറ്റിക്കും ഉണ്ടായ വീഴ്ച, KPCCയുടെ തീരുമാനം നിലവിലുള്ള MP മാർ അതാത് മണ്ഡലത്തിൽ മത്സരിക്കണമെന്നതിനെ അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറി വീരനായ മുരളീധരനെ കൊണ്ടുവന്നു. ഞാൻ ജ്യോതികുമാറിനോട് ചോദിക്കും, ഈ കടലാസിന് എന്ത് വിലയാണ് കോൺഗ്രസ് നൽകുന്നത്? എവിടെയെങ്കിലും പൂരത്തിന്റെ വിഷയങ്ങൾ നിങ്ങൾ പരാമർശിച്ചിരുന്നുവോ? 5 മാസം അന്വേഷണത്തെ നിങ്ങൾ അംഗീകരിക്കുമോ? അല്ല, തീർന്നില്ല സൂര്യ, ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. വീണ്ടും പറയുന്നു, സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനവും TN പ്രതാപന്റെ അസന്നിഗ്ധമായിട്ടുള്ള പിന്മാറ്റവും സുരേഷ് ഗോപി സമർത്ഥമായിട്ട് അവിടെ ഉപയോഗപ്പെടുത്തി. ഇനി രണ്ടാമത് മുരളീധരൻ, അട്ടിമറി വീരൻ, സ്വന്തം വോട്ട് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് പാർട്ടിയെ തോൽപ്പിച്ച് മറ്റുള്ളവന്റെ അന്നം മുടക്കുന്നവൻ എന്താ പറഞ്ഞത്? ഞാൻ തൃശ്ശൂരിൽ വന്നപ്പോൾ സ്റ്റിയറിംഗ് ഇല്ലാത്ത വാഹനമായിരുന്നു എന്നെ കാത്തിരുന്നത്, നെട്ടും ബോൾട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കോഴിക്കോട്ട് വന്ന് ഇന്നലെ പ്രസംഗിച്ചതാ മിനിഞ്ഞാന്ന്. ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പൊ ആരുടെ വാക്കുകളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇനി പറയുന്നു, CPM BJPയുമായുള്ള അന്തർധാരയാണ് കാരണം. ജ്യോതികുമാർ, ഒറ്റ ചോദ്യം, CPMന് ഇന്ന് ദേശീയ പാർട്ടി പദവി നിലനിൽക്കുന്നത് ആരുടെ ഔദാര്യം കൊണ്ടാണ്? പറയൂ നിങ്ങൾ. കേരളത്തിൽ 1 സീറ്റ്, തമിഴ്നാട് 1 സീറ്റ് കൊടുത്തത് ആരാണ്? സീറ്റുകൾ കൊടുത്തത് ആരാണ്? നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജസ്ഥാനിൽ കൊണ്ടുപോയി കോൺഗ്രസ് CPMന് സീറ്റ് കൊടുത്തു. എന്തെങ്കിലും ആത്മാർത്ഥ തരിമ്പുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കേരള ഘടകം ഇന്ത്യ മുന്നണിയിൽ നിന്നും CPMനെ പുറത്താക്കണം എന്നൊരു പ്രമേയമെങ്കിലും പാസ്സാക്കി വിവരം അറിയിക്കുമോ? അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ അരുണേ സത്യാവസ്ഥ. ഉടുമുണ്ടഴിഞ്ഞ് ജനങ്ങളുടെ കോടതിയിൽ 2019 7 നിയമസഭാ മണ്ഡലങ്ങളിലും തൃശ്ശൂർ ഉൾപ്പെടെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ മൃഗീയ ഭൂരിപക്ഷം, 19 2021 ഇടതുപക്ഷത്തിന് മൃഗീയ ഭൂരിപക്ഷം. അതിനെ മറികടന്നുകൊണ്ട് തൃശ്ശൂർ സുരേഷ് ഗോപി പ്രവർത്തനം ആരംഭിച്ച് KPCCയുടെ കണ്ടെടുത്തലും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ജനങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടതിന് ഉത്തരം കണ്ടെത്താനുള്ള കാര്യമല്ലേ? ഇനി അടുത്ത എന്റെ ചോദ്യം, കോൺഗ്രസ് ഉപയോഗിച്ചാൽ നിങ്ങൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് എന്റെ ചോദ്യം. അല്ല, ഞങ്ങൾ അതുകൊണ്ടാണ് എന്ന് കോൺഗ്രസിന് അഭിപ്രായമില്ലല്ലോ അരുൺകുമാർ. കോൺഗ്രസിന്റെ അന്വേഷണ കമ്മിറ്റിയുടെ അഭിപ്രായമില്ലല്ലോ ഇതാണ് വിഷയമെന്ന്. ഇനി തൃശ്ശൂർ പൂരത്തിന്റെ സ്വാധീനം എവിടെയൊക്കെ ഉണ്ടാകും? അവിടെ സ്വാധീനം തൃശ്ശൂർ പൂരമാണോ കരുവന്നൂരാണോ? ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിലും അല്ല കോർപ്പറേഷനും ഒരുപക്ഷെ തൊട്ടടുത്ത ഒല്ലൂരിലും സ്വാധീനം പൂരത്തിന്റെ സ്വാധീനം ഉണ്ടാവാം. അതൊരു സാംസ്കാരിക ഉത്സവം എന്ന നിലയിൽ കേരളത്തിലുടനീളം ആളുകൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പറഞ്ഞ ഈ വിഷയത്തോടുള്ള പ്രതികരണം നമുക്ക് എടുക്കാം. ജ്യോതിയിലേക്ക്, കോൺഗ്രസിന്റെ റിപ്പോർട്ടിൽ പറയാത്ത കാര്യമാണ് ഇപ്പോൾ ജനങ്ങളോട് തെരുവിൽ കോൺഗ്രസ് പറയാൻ പോകുന്നതെന്നല്ലേ താങ്കൾ പറഞ്ഞതിന്റെ ചുരുക്കം? ഞാനൊന്ന് ജ്യോതിയിലേക്ക് പോകാം. ജ്യോതി അതിന് മറുപടി പറയട്ടെ. ജ്യോതി അതിനോട് മറുപടി പറയൂ. പക്ഷേ അതിന് മുമ്പ് എനിക്ക് ഇടത് നിരീക്ഷകരിലേക്ക് കൂടി ഇത് പോകണം. M ജയചന്ദ്രൻ ഇന്നിപ്പോൾ പൂരം കലയ്ക്ക് മുഖ്യമന്ത്രി എന്നൊരു ടാഗ് കൂടി ഇട്ടുകൊണ്ടാണ് ബ്ലോക്കുകളിൽ KPCC അൻവറിനെ ആയുധമാക്കിക്കൊണ്ട് ആഞ്ഞടിക്കാൻ പോകുന്നത്. വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇതേ വിഷയമായിരിക്കും കോൺഗ്രസ് ഉയർത്താൻ പോകുന്നത്. പൂരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി വിശ്വാസ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കപ്പെടാൻ പോവുകയാണ്. പക്ഷേ അപ്പോഴും സർക്കാരിൻ്റെ കൈവശമുള്ളത് ആരോപണ വിധേയനായ ADGP നൽകിയ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്ന് DGP കുറിപ്പെഴുതിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് മാത്രമാണ്. ഈ റിപ്പോർട്ടിന്റെ ബലത്തിൽ ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ തെരുവിൽ നേരിടാനുള്ള കരുത്തുണ്ടോ ഇടതുപക്ഷത്തിന്? M ജയചന്ദ്രൻ, നിസ്സംശയം ഉണ്ട് എന്ന് തന്നെ ആ ഉത്തരവാദിത്തോടെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രിയപ്പെട്ട ശ്രീ ജ്യോതികുമാർ ഇപ്പോൾ മുമ്പേ സംസാരിച്ചപ്പോൾ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങൾ, ശബരിമല കടന്നു വന്നല്ലോ, ഈ ADGPയുടെ പേര് അപ്പോഴും പരാമർശിച്ചു. അപ്പോൾ അദ്ദേഹം പറയാതെ വിട്ട ഒരു സന്ദർഭം കൂടി ഉണ്ട്. അതൊന്ന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിക്കാം. താങ്കൾ പറഞ്ഞ ഈ അജിത് കുമാർ 2011-16 കാലത്തെ സർക്കാരിൻ്റെ UDF ഭരണകാലത്ത് ഏറ്റവും പ്രിയങ്കരനായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിക്ക്. അത് താങ്കൾക്കറിയാത്ത കാര്യമല്ലല്ലോ.
അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അടുപ്പക്കാരനായിരുന്നു, അന്ന് IG ആയിരുന്നു, ഇന്നത്തെ ADGP. അപ്പോൾ അതുകൂടെ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ് ഇത് പറയുമ്പോൾ. അത്രേ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ പിന്നുള്ള സന്ദർഭങ്ങളൊക്കെ പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഡോക്ടർ അരുൺകുമാർ ചോദിച്ച ഒരു കാര്യം, ഇതാണ് വലിച്ചലക്കാൻ പോകുന്നത്. ഡോക്ടർ അരുൺ, ഞാൻ ഒരു കാര്യം അങ്ങോട്ടൊന്ന് ഒരു സംശയം താങ്കളോട് ചോദിച്ചോട്ടെ. ഈ നമ്മുടെ 2019 മുതൽ 2024 വരെ ഉണ്ടായിരുന്ന തൃശ്ശൂർ MP, അദ്ദേഹത്തിൻ്റെ ജയസാധ്യതയ്ക്ക് യാതൊരു മങ്ങൽ പോലുമില്ല, ജയസാധ്യത ഉറപ്പാണ് എന്ന് AICC ഇലക്ഷന് മുമ്പ് നിയോഗിച്ച കനുഗോലു കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത് മാധ്യമങ്ങളെല്ലാം സാന്ദർഭികമായി പറഞ്ഞു പോയിട്ടുള്ളതാണ്. പിന്നീട് പറയുന്നില്ലെങ്കിലും സാന്ദർഭികമായി ആ കാലത്ത് പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഏത് TN പ്രതാപന് നല്ല വിജയസാധ്യതയാണ്, മാറ്റേണ്ട ഒരു കാര്യവുമില്ല എന്ന് കനുഗോലുവിൻ്റെ നിരീക്ഷണമാണ് കമ്മിറ്റിയുടെ. എന്താണ് TN പ്രതാപനെ മാറ്റിയത്? ആർക്ക് വേണ്ടിയിട്ടാണ് മാറ്റിയത്? അതും ഞാൻ ഇപ്പം പറയുന്നില്ല, പറയേണ്ടി വരും. എന്താണ് ഒടുവിൽ വടകരയിൽ സംഭവിച്ചത് നമുക്കറിയാം. വടകരയിൽ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ സംഭവിച്ചു പോയ ഇക്വേഷൻസിന്റെ ഭാഗമായിട്ടാണ്. അവിടെ കുറച്ചുകൂടി ഇവിടെ കോൺഗ്രസിൽ നിന്ന്, പ്രത്യേകിച്ച് കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് രംഗം BJPയിലേക്ക് വരുന്നു. കോൺഗ്രസ് പിടിക്കാൻ പ്രത്യേകിച്ച് കരുണാകരന്റെ തട്ടകത്തിൽ K മുരളീധരൻ കൂടുതൽ ശക്തനാവുമെന്ന് കരുതി. അവസാന നിമിഷത്തിലെ മാറ്റങ്ങളല്ലേ, കനകോലു റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷമല്ലേ അത് സംഭവിക്കുന്നത് ജയചന്ദ്രൻ? അല്ല സർ, അത് ഒരു വർഷം മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ടതാണെന്നേ. അതൊക്കെ കോൺഗ്രസിൻ്റെ അകത്തെ അന്തർനാടകങ്ങളിലേക്ക് താങ്കൾ വെറുതെ ഒന്ന് ഒരു വിരൽ കൊണ്ടൊന്ന് മറിച്ചു നോക്കിയാൽ മതി, പേപ്പർ പെട്ടെന്ന് മനസ്സിലാവും. അത്രേ ഉള്ളൂ കാര്യം. അതെന്താണ് അന്തർനാടകങ്ങൾ എന്നുള്ളത് ഇപ്പം പറയേണ്ട സമയമായിട്ടില്ല, വരട്ടെ, ഞാൻ പറയാം. താങ്കളുടെ വേറെ ചർച്ചകളിൽ നമ്മൾ വരുമല്ലോ, അന്നേരം ഞാൻ പറയാം എന്തായിരുന്നു അന്തർനാടകങ്ങൾ എന്നുള്ളത്. അത് വെറുതെ അങ്ങ് നിസ്സാരമായി വടകര ഡിക്വേഷൻ്റെ പേര് മാറിയതൊന്നും അല്ല ഡോക്ടർ അരുൺ. അതിനൊക്കെ വ്യക്തമായ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. എന്തായിരുന്നു ആ പദ്ധതി എന്നൊക്കെ ഉള്ളത് കോൺഗ്രസ്സുകാർ പറയുമെന്ന് അറിയാം. എന്താണ് TN പ്രതാപൻ ചർച്ചയിലൊന്നും വന്ന് കാര്യങ്ങൾ സംസാരിക്കാത്തത് എന്താണ്? താങ്കളൊന്ന് വിളിച്ചു നോക്കൂ, അദ്ദേഹം ഒന്ന് വരുമോ എന്ന് വിളിച്ചു നോക്കണം. ഈ തൃശ്ശൂരെ ഇലക്ഷനിയറിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയസാധ്യത ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി, അപ്പം അദ്ദേഹം പറയുന്ന ഒറ്റ മറുപടിയുള്ളൂ, AICC പറഞ്ഞു മാറാൻ പറഞ്ഞു, ഞാൻ മാറി. അതല്ല, കാര്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കാര്യം താങ്കളുടെ ചോദ്യം മറ്റൊന്നാണല്ലോ. ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഏറെ കാര്യങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞല്ലോ, ഈ പൂരം അലങ്കോലപ്പെടുത്തി എന്ന പദമാണ് മുഖ്യമന്ത്രി പ്രയോഗിച്ചത്. പൂരം അലങ്കോലപ്പെടുത്തി. മാധ്യമങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ പൂരം കലക്കിയെന്നോ കലങ്ങിയെന്നോ ഉള്ള ആ സംഗതിയെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിൽ പ്രയോഗിച്ച് അലങ്കോലപ്പെടുത്തിയെന്നാണ്. അലങ്കോലപ്പെടുത്തിയതിന് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാളെ തിരുവനന്തപുരത്ത് എത്തിക്കഴിയുമ്പോൾ അതിൻ്റേതായ റൂട്ടിൽ കൂടെ എൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് വരുമായിരിക്കും. വന്നു കഴിഞ്ഞാൽ 3-4 ദിവസങ്ങൾക്കുള്ളിൽ അക്കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ, അതറിയുമല്ലോ എന്നാണ് അദ്ദേഹം പൊതുസമൂഹത്തോടായിട്ട് മൈക്കിലൂടെയാണ് ചോദിച്ചത്, പ്രസംഗത്തിൽ അല്ലേ. ആ പ്രസംഗം എല്ലാവരുടെയും ഉണ്ടല്ലോ, നമ്മളിലൊക്കെ ഉണ്ടല്ലോ അത്. അപ്പോൾ അത് അങ്ങനെ നിൽക്കുകയാണ്, അതിനകത്ത് ഊഹാപോഹങ്ങളുടെ ആവശ്യമില്ല. ആ ഒരു റിപ്പോർട്ടിൽ വെറുതെ നിഗമനങ്ങൾ മാത്രമല്ല, നിർദ്ദേശങ്ങളുണ്ടെന്നേ വ്യക്തമായിട്ടും. എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് എന്നുള്ളത് വരാനിരിക്കുന്നതാണ്. ആ റെക്കമെൻഡേഷൻസ് ഉണ്ട്, നിശ്ചയമായും ഉണ്ട് റെക്കമെൻഡേഷൻസ്. പക്ഷേ എനിക്ക് ഊഹിച്ച് പറയേണ്ട കാര്യമില്ല. കാര്യം മാധ്യമങ്ങളിങ്ങനെ ഊഹിച്ച് ഓരോരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുക്കുകയാണല്ലോ. എനിക്കങ്ങനെ ഊഹശേഷി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം 3-4 ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരാനിരിക്കുന്നു. ഒരു ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരം നൽകാമല്ലോ. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഏപ്രിൽ 23-ാം തീയതി DGPയോട് നിർദ്ദേശിച്ച മുഖ്യമന്ത്രി ഒടുവിൽ 5 മാസം കഴിഞ്ഞ് അൻവർ ആരോപണം ഉന്നയിച്ച്, പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിച്ച് RSS കൂടിക്കാഴ്ച വന്നതിനു ശേഷം 24-ാം തീയതിക്ക് മുമ്പ് നൽകണമെന്നൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഈ കാലവിളംബത്തിന് എന്ത് സമാധാനം പറയും എം ജയചന്ദ്രൻ? അല്ല, അതൊരു ഡിസ്പ്യൂട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു, ശരിയാണ്. ആ കാലവിളംബം ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയുമാണ്. അതുകൊണ്ടാണല്ലോ പല കോണുകളിലും CPIയുടെ അടക്കം വിമർശനങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ. പക്ഷെ ആ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അത് വരികയാണ് എന്ന് മുഖ്യമന്ത്രി ഡേറ്റ് പറഞ്ഞപ്പോൾ VS സുനിൽകുമാർ എന്താണ് പറഞ്ഞത്? ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു
എന്ന് താങ്കളോട് തന്നെ പറഞ്ഞില്ലേ VS സുനിൽകുമാർ? അതാണ് വസ്തുത, അതാണ് കാര്യവും. അപ്പോൾ പിന്നെ ആ ഡിസ്പ്യൂട്ട് സെറ്റിൽഡ് ആണെന്നുള്ളതല്ല, അത് ഡിസ്പ്യൂട്ട് ആണെന്ന് തന്നെ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ടൈം ഫ്രെയിം വെച്ചിരിക്കും 24-ാം തീയതി. അത് ഇന്നാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ അത് കിട്ടിയിട്ടുണ്ടാവണം. അതിൻ്റെ അകത്ത് തീരുമാനം എന്താണെന്നുള്ളത് 3-4 ദിവസത്തിനകം അറിയാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ എന്ന് മറ്റാരും പറഞ്ഞ് നമ്മൾ ഊഹിക്കുകയല്ലോ. സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഇന്നലെ മൈക്കിൽ കൂടെ പറഞ്ഞതാണ്, പരസ്യമായി കേരളത്തോട് പറഞ്ഞതാണ്. അപ്പൊ അത് അത്രയുള്ളൊരു കാര്യം. ആ 3-4 ദിവസത്തിനകം അതിന്റെ വസ്തുതകൾ എന്താണെന്നുള്ളത് സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ്. എന്താണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, എന്താണ് റെക്കമെൻഡേഷൻസ്, അതിന്മേൽ എന്താണ് ഗവൺമെന്റ് തീരുമാനം, ഇത്രയും കാര്യങ്ങൾ വരും. അതിലൊരു സംശയമില്ലാതെ തന്നെ പറയാൻ പറ്റും, വരും. അതിന്റെ പേരിൽ മാത്രമല്ലല്ലോ ഈ തൃശ്ശൂർ പരാജയത്തിന്റെ കാരണങ്ങളിൽ പല കാരണങ്ങളിൽ ഒരു കാരണമാണ് അതെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അത് LDFന്റെ പരാജയമാണെങ്കിലും UDF സ്ഥാനാർത്ഥിയുടെ പരാജയം അതുമായി ബന്ധിപ്പിക്കുന്നത് ADGP RSS ബാന്ധവം കൂടിയാണ് ജയചന്ദ്രൻ. ഇന്നിപ്പോ VD സതീശനും മുരളീധരനും കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും ബ്ലോക്കുകളിൽ പോയി പ്രസംഗിച്ചത് ഇതേ വാചകമാണ്. പൂരം കലയ്ക്ക് മുഖ്യമന്ത്രി എന്തൊരു ടാഗ്ലൈൻ വീണ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വീഴുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും ഈ ADGP ക്രമസമാധാന ചുമതലയെ നിലനിർത്തിക്കൊണ്ടെന്നുള്ളതാണ് സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ സാർ. അല്ല, അത് മുഖ്യമന്ത്രി സ്റ്റേറ്റ് ക്വസ്റ്റ്യൻസിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് 20-ാം തീയതി മറുപടി പറഞ്ഞില്ലേ സാർ? ഞാനതാണ് ചോദിക്കുന്നത്. അവിടെ ഉണ്ടല്ലോ ആ മറുപടി നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അത് അദ്ദേഹം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ പൊതുയോഗങ്ങളിൽ അടക്കം. അതെ, ദിവസം കിട്ടിയതിനു ശേഷം ഇനി അദ്ദേഹം പരിശോധിച്ച് റിപ്പോർട്ട് വരട്ടെ. പക്ഷേ ആ റിപ്പോർട്ട് അപ്പാടെ തള്ളുകയാണ് പ്രതിപക്ഷം. കാരണം ആരോപണ വിധേയൻ കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിന് എന്ത് വിശ്വാസം എന്നാണ് ചോദിക്കുന്നത്. ആർക്കും അതിലൊരു വിശ്വാസമില്ല. CPIക്ക് വിശ്വാസമില്ല. ജനയുഗം അങ്ങ് കണ്ടതല്ലേ, 2ാമത്തെ തവണയാണ് എഡിറ്റോറിയൽ എഴുതുന്നത്. പ്രകാശ് ബാബു എഴുതിയത് ഇത് ആസൂത്രിതമാണ്, ദുരൂഹമാണ്, ഈ ഇടപെടൽ ഒരു അട്ടിമറിയാണ് എന്നൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് CPI തുടർച്ചയായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം ഘടകകക്ഷിക്ക് പോലും, 2ാമത്തെ ഘടകകക്ഷിക്ക് പോലും ബോധ്യപ്പെടാത്തൊരു വിഷയം, ഇടതുപക്ഷത്തെ MLAക്ക് ബോധ്യപ്പെടാത്തൊരു വിഷയം, RJDക്ക് ബോധ്യപ്പെടാത്തൊരു വിഷയം, എങ്ങനെയാണ് ഇടതുമുന്നണി തെരുവിൽ പ്രതിപക്ഷത്തെ പ്രതിരോധിച്ചുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക? അല്ല, താങ്കളുടെ ആ ചോദ്യത്തിനോട് വാസ്തവത്തിൽ എനിക്ക് നന്ദിയുണ്ട്. കാരണം അത് ഞാൻ പറയണം, പ്രതികരിക്കണം എന്ന് ഉദ്ദേശിച്ചൊരു വിഷയമായതുകൊണ്ടും കൂടെയാണ് ഈ ജനയുഗത്തിന്റെ ഇന്നത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലെയും ഒക്കെയുള്ള ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിമർശനങ്ങളെന്ന് ഞാൻ പറയൂ. എന്താണെന്നറിയാമോ? ജനയുഗം പത്രം, എൻ്റെ അറിവിലത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, അവരുടെ കാര്യം അവരാണ് പറയേണ്ടത്. ജനയുഗം പത്രത്തിൽ വരുന്ന ഇത്തരം ലേഖനങ്ങൾ ആ പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് ആ പാർട്ടി നേതാക്കൾ പോലും പറയുന്നില്ല. ഞാൻ എൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ ഡെസ്കിലുള്ള അല്ലെങ്കിൽ എഡിറ്റോറിയൽ ടീമിലുള്ള ആൾക്കാർ കൂടിയാലോചിച്ചിരുന്ന് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്നതിനപ്പുറം CPI എന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഔദ്യോഗിക ജിഹ്വയാണ് ജനയുഗം എന്ന ധാരണയിൽ നിന്നുകൊണ്ട് ജനയുഗത്തിൽ വരുന്ന കാര്യങ്ങൾ CPIയുടെ ഔദ്യോഗിക അല്ല സാർ, ഞാനതല്ലേ പറയുന്നത്. ഞാൻ എന്റെ അഭിപ്രായം പറയാണ്. താങ്കളത് ചോദിച്ചാൽ ഞാൻ നന്ദിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാനത് പറയുന്നത്. പ്രകാശ് ബാബുവിന്റെ പാർട്ടിയുടെ മുഖപ്രസംഗമല്ലെന്നും താങ്കൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അത് അവിടുത്തെ ഡെസ്കിലുള്ള എഡിറ്റർമാർ എഴുതുന്നതാണെന്ന് നേതാക്കന്മാരുടെയോ പാർട്ടിയുടെ അഭിപ്രായം അല്ലെന്നൊക്കെ താങ്കൾ പറയാം. പക്ഷെ പ്രകാശ് ബാബുവിന്റെ അഭിപ്രായത്തെ താങ്കൾ എങ്ങനെ തള്ളും? പ്രകാശ് ബാബുവിന് ഡെസ്കിൽ ആരും എഴുതി കൊടുക്കില്ലല്ലോ. അല്ല, ഞാൻ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അങ്ങനെയല്ലല്ലോ ഡോക്ടർ അരുൺ. 10-32 കൊല്ലമായിട്ട് ഞാനും ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ എഡിറ്റോറിയൽ എഴുതുന്നതിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതല്ല, ആ പാർട്ടിയുടെ നിലപാടായിട്ടാണ് ഈ എഡിറ്റോറിയലും എഡിറ്റ് പേജ് ലേഖനങ്ങളും വരുന്നത് എന്നതിൽ എനിക്ക് സംശയമുണ്ടെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാണ് എന്തുകൊണ്ടങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യം അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ഇന്നത്തെ സുപ്രഭാതം നോക്കൂ, ഇവരുടെ മറ്റേ ആണല്ലോ, അതെ, സമസ്തയുടെ. അതെ, സംസ്ഥാന മുഖപത്രത്തിൽ ഇന്നത്തെ വാർത്ത താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്കറിയില്ല. പ്രശ്നങ്ങളാണ് പറയുന്നത്. രൂക്ഷമായ വിമർശനമാണ്. സമസ്ത ആ ഭാഗത്തേക്ക് നോക്കുക വേണ്ട എന്നുള്ളതാണ് പ്രസംഗത്തിൽ പറയുന്നത്. അതെ, അതാ പറഞ്ഞത്. ഇതൊക്കെ വരുന്നത് വാർത്താ പ്രാധാന്യം നേടുക എന്നതിനപ്പുറം
അതത് ഇപ്പൊ CPI ആണ് ഞാൻ പ്രധാനമായിട്ടും പറയുന്നത്. CPI എന്ന രാഷ്ട്രീയ കക്ഷിയുടെ നിലപാടിന്റെ ഭാഗമായിട്ട് അവർ പ്രതികരിക്കുന്നതാണ് ഈ ലേഖനങ്ങൾ എന്നുള്ള കാഴ്ചപ്പാടല്ല ഞാൻ പങ്കുവെക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, അത് പക്ഷേ ആലോചിച്ച് നോക്കൂ. CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ഈ MR അജിത് കുമാറിനെ മാറ്റേണ്ടത് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമാണെന്ന് ആവശ്യപ്പെടുകയാണ്. അത് CPIയുടെ നിലപാടാണെന്ന് പിന്നീട് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ജനയുഗത്തിലെ എഡിറ്റോറിയലിൽ പറയുന്നത് പോലെ കാലവിളംബം അത് തന്നെ ആസൂത്രിതമാണ്, അത് അസ്വാഭാവികമാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. മാത്രമല്ല ADGPയുടെ റിപ്പോർട്ട് വസ്തുതകളെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാൻ വിസമ്മതിക്കുന്നു എന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇത് വിശ്വാസയോഗ്യമല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനയുഗം എന്ന പാർട്ടിയുടെ പത്രത്തിലെ മുഖപ്രസംഗം തന്നെ പറയുന്നു. അത് പാർട്ടിയുടെ നിലപാടല്ലെന്നൊക്കെ നമുക്കിങ്ങനെ ന്യായീകരിക്കാം എന്നൊരു അത് പാർട്ടി പോലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജ്യോതികുമാർ ചമക്കാല, TP ജയചന്ദ്രൻ മാഷ് പറഞ്ഞതിനും M ജയചന്ദ്രൻ പറഞ്ഞതിനുമുള്ള മറുപടികൾ കൂടി അങ്ങ് നൽകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് RSS CPM ബന്ധമെന്ന റിപ്പോർട്ടിൽ പറയുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിലെ രണ്ടു ഘടകകക്ഷികളല്ലേ? എങ്ങനെയാണ് ആ ബന്ധം BJPയുടെ ചുമലിൽ വെക്കാൻ കഴിയുക എന്നാണ് TP ചോദിക്കുന്നത്. ഒരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ റിപ്പോർട്ടിൽ പോലും ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ തെരുവിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വിളിച്ചു പറയുമെന്നതാണ് ചോദ്യം. ജ്യോതികുമാർ. അരുണേ, ഇത് കേട്ടാത്തൊന്നും ഞാൻ മറ്റേതോ പാർട്ടിയിലും ഇവർ രണ്ടുപേരും കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ ബോഡിയിലുള്ളവരുമാണെന്ന് തോന്നിപ്പോകും. ഇവിടെ TP ജയചന്ദ്രൻ പറയുന്നത് കേട്ടാൽ ഇവിടെ ഈ പറഞ്ഞ റിപ്പോർട്ട് 3 അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന സമിതിയിൽ അംഗമാണ് ഞാൻ. ഞങ്ങളുടെ മുന്നിലേക്ക് ആ റിപ്പോർട്ട് വന്നിട്ടില്ല. അവിടെ ചർച്ച ചെയ്തിട്ടാണ് അതിന്മേൽ തുടർ നടപടികളും തീരുമാനങ്ങളും എടുക്കേണ്ടത്. റിപ്പോർട്ട് സമർപ്പിച്ചു. പാർട്ടി തന്നെ പാർട്ടിയുടെ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ എത്തിയിട്ടില്ല ഇതുവരെ. ADGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തി. ഞാനതാ പറഞ്ഞേ, റിപ്പോർട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരേ സമിതി തന്നെയാണ് ഈ 2 സ്ഥലങ്ങളിലെയും റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അവരെല്ലാവരെയും കേട്ട് മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ എല്ലാവരെയും കേട്ടതിന് ശേഷം വളരെ സമഗ്രമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളല്ലല്ലോ പറഞ്ഞത് 7 ദിവസത്തിനകം റിപ്പോർട്ട് വേണമെന്ന്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ പറഞ്ഞത് 7 ദിവസത്തിനകം റിപ്പോർട്ട് വേണമെന്ന്? പറ്റത്തില്ലെന്ന് അന്ന് ADGP പറഞ്ഞില്ലല്ലോ. ശിരസ വഹിച്ചുകൊണ്ടല്ലേ പോയത് അല്ലേ? പിന്നെ എന്തിനാ അത്തരം ചോദ്യം? ഇനി ഞാൻ വസ്തുതയിലേക്ക് വരാം. ഇവിടെ എന്നിട്ട് എന്താ അദ്ദേഹം പറയുന്നത്? CPM-ഉം ഞങ്ങളും തമ്മിൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ആണ്. ആ ഇന്ത്യ മുന്നണി ആയിരിക്കുമ്പോഴും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കുമ്പോഴും കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി പറയേണ്ടി വന്ന സാഹചര്യമുണ്ട്. ഇന്ത്യയിലെ കോൺഗ്രസ് ഇതര BJP ഇതര മുഖ്യമന്ത്രിമാരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രം ഒരു സ്പെഷ്യൽ പ്രിവിലേജ് RSS BJP പാളയത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ്. താങ്കൾ ഓർമ്മയുണ്ടോ? അത് പറഞ്ഞതിന്റെ പേരിൽ ഇതേ മുഖ്യമന്ത്രി അന്ന് PV അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി എതിരിട്ടതെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അത് വിവാദമായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയും താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വളരെ കൃത്യമാണ് ഞങ്ങളുടെ അലയൻസിനെ സംബന്ധിച്ച്. സംസ്ഥാന തലത്തിൽ ഞങ്ങൾ കൊടുക്കാതെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകേണ്ട ആൾ BJP-യുമായി ഒത്തുചേർന്ന് പോകുന്നു, അതിൻ്റെ പങ്ക് പറ്റുന്നു. അതിൻ്റെ ബാക്കി പത്രമായി അദ്ദേഹത്തെ കേസുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ മുന്നണിയെയും കേസുകളിൽ നിന്ന് രക്ഷിക്കുന്നു. സ്പെഷ്യൽ പ്രിവിലേജ് BJP ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി തന്നെയല്ലേ? TP ജയചന്ദ്രൻ, താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഇനിയും താങ്കൾക്ക് സംശയമുണ്ടോ? ഉണ്ടാകില്ലെന്ന് ഞാൻ കരുതുന്നു. ഇനി മറ്റൊരു ജയചന്ദ്രൻ, M ജയചന്ദ്രൻ, അദ്ദേഹം പറഞ്ഞത് ഓർത്ത് ഞാൻ അത്ഭുത സ്തബ്ധനാകുകയാണ്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും അവസാനത്തെ വായതിൽ നമുക്ക് മുകളിലോട്ട് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞെന്താ? ജനയുഗത്തിൽ വന്നിരിക്കുന്നതൊന്നും CPIയുടെ അഭിപ്രായമല്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ എത്രയോ വർഷത്തെ മാധ്യമ പ്രവർത്തനം ഉണ്ടെന്നാണ്. ജനയുഗത്തിന്റെ ചീഫ് എഡിറ്റർ ആരാണെന്ന് താങ്കൾക്ക് അറിയാമോ? ബിനോയ് വിശ്വമാണ്. ജനയുഗത്തിന്റെ അഭിപ്രായമൊന്നും പിന്നെ ജനയുഗത്തിന്റെ അഭിപ്രായം RSSന്റെ അഭിപ്രായമാണോ? ഒരു പാർട്ടി പത്രം, അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ചീഫ് എഡിറ്റർ ആയിട്ടിരിക്കുമ്പോൾ അതിൽ വരുന്ന ലേഖനങ്ങൾക്കൊന്നും രാഷ്ട്രീയമായ ലേഖനങ്ങൾ, രാഷ്ട്രീയം ആ മുന്നണിയിലെ തന്നെ മുഖ്യ കക്ഷിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ലേഖനങ്ങൾ, മുഖപ്രസംഗങ്ങൾ, അതിനൊന്നും പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് ഒരുപക്ഷെ ശ്രീ M ജയചന്ദ്രൻ പറയും. കാരണം എന്ന് വെച്ചാൽ ശ്രീ മോഹൻലാലിന് കവിയൂർ പൊന്നമ്മയെ കുറിച്ച് അനുസ്മരിച്ചത് വ്യാജമായി എഴുതി ഉണ്ടാക്കി മോഹൻലാലിന്റെ ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചുപോയി എന്ന് രേഖപ്പെടുത്തുന്ന ദേശാഭിമാനിയുടെ കൾച്ചറിൽ നിന്ന് ആലോചിക്കുമ്പോൾ ശ്രീ M ജയചന്ദ്രൻ പറഞ്ഞ് ചിലപ്പോൾ ശരിയാകാം. കാരണം അതിൽ എഴുതുന്ന ഒന്നും യഥാർത്ഥത്തിൽ എഴുതേണ്ടവരല്ല എഴുതുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മോഹൻലാലിന്റെ അമ്മയുടെ ഇല്ലാത്ത മരണത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഒരുപാട് ഉദാഹരണങ്ങൾ.
ഇവിടെ MP വീരേന്ദ്രകുമാറിനെതിരായിട്ട് എഴുതിയുള്ള വ്യാജ വാർത്തകളുണ്ട്, പിന്നെ KM മാത്യുവിനെതിരായിട്ട് എഴുതിയുള്ള വ്യാജ വാർത്തകളുണ്ട്. ദേശാഭിമാനി, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വ്യാജ വാർത്തയെക്കുറിച്ച് മുഖ്യമന്ത്രി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്ന് മാത്രം. ഏറ്റവും അവസാനം ഞാൻ ഇപ്പോഴും കരുതുന്നത് ദേശാഭിമാനി ആയാലും പിന്നെ അതുപോലെ ജനയുഗമായാലും വീക്ഷണമായാലും അത്തരം പത്രങ്ങൾ, ജന്മഭൂമി ആയാലും അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലിരിക്കുന്ന ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളാണെന്നേ. അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. P രാജീവ് ഉൾപ്പെടെയുള്ളവർ ഇരുന്നതല്ലേ ദേശാഭിമാനിയുടെ എഡിറ്ററായിട്ട്? അപ്പോൾ അതിനൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാന്ന് പറയാൻ പറ്റുമോ? മാധ്യമപ്രവർത്തകൻ കൂടിയാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത്. പിന്നെ ഇത്രയും ന്യായീകരിക്കാൻ വേണ്ടി ഇത്രയും തരം താഴാൻ പാടുണ്ടോ? ഞാൻ അതിനപ്പുറത്തേക്കൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ എല്ലാവരെയും ഞാൻ പറയേണ്ടവോ പറഞ്ഞു. താങ്കൾ ഭീഷണിപ്പെടുത്തണ്ട. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സിദ്ദിഖിനെ കുറിച്ച് തൊട്ടുമുമ്പ് ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ പിന്നെ CPM-ന്റെ പ്രതിനിധി അരുൺകുമാർ പങ്കെടുത്തു. എന്തേ ഈ ചർച്ചയിലേക്ക് ഒരു CPM-ന്റെ പ്രതിനിധി വരുന്നില്ല? എന്തേ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു CPM-ന്റെ പ്രതിനിധി വരുന്നില്ല? എന്തിനു ഒളിച്ചോടുന്നു? നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാ. CPM-ന്റെ നിലപാടിൽ CPM-ന് വിശ്വാസമില്ല. ജയചന്ദ്രന്റെ നിലപാടിലല്ല, CPM-ന്റെ നിലപാടിൽ CPM-ന് വിശ്വാസമില്ലാത്തതുകൊണ്ടാ. അപ്പോൾ അവിടെ പിന്നെ എന്താ TN പ്രതാപനെ മാറ്റിയത് എന്താണെന്ന് എനിക്കറിയാം. എന്തറിയാമെന്നാണ് പറയുന്നേ, കേൾക്കട്ടെ. മുള്ളി തന്നെ വന്നെന്തിനാണെന്നറിയാം. ഇതൊക്കെ നിങ്ങളുടെ ചാനലിൽ പൂരം കലക്കുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടല്ലോ. താങ്കൾ ഓർമ്മിച്ചെന്നായി. ഇന്നലെയും നിങ്ങളുടെ ചാനലിൽ ഉച്ചയ്ക്ക് മുമ്പ് ഉള്ള സെഷനിൽ TN പ്രതാപൻ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടല്ലോ. ഇല്ലാന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെയൊക്കെ M ജയചന്ദ്രനെ പോലെ ഒരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടെ. പിന്നെ TN പ്രതാപൻ എന്തുകൊണ്ട് വന്നില്ല? ഞാനത് അങ്ങ് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അറിഞ്ഞത്. ഉച്ചയ്ക്ക് മുമ്പ് വന്നിരുന്നു, ശരിയാണ്. TN പ്രതാപൻ രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ, M ജയചന്ദ്രൻ. അതെ, ഞാൻ കണ്ടതാ നിങ്ങളുടെ ചാനലിൽ തന്നെ. ഞാൻ കേട്ടതാണ് അദ്ദേഹം എന്താ പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞിട്ടെ. പിന്നെ കനകലൂർ റിപ്പോർട്ടിനെ കുറിച്ച്, പിന്നെ കോൺഗ്രസിന്റെ അന്തർനാടകങ്ങളെ കുറിച്ചൊക്കെ എനിക്കറിയാം. ഒന്ന് പറയുന്നേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ വടകരയിലും പിന്നെ തൃശ്ശൂരിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ലാസ്റ്റ് മിനിറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ അഡ്ജസ്റ്റ്മെന്റുകൾ, ഇതൊക്കെ പിന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ഞാൻ പിന്നീട് പറഞ്ഞോളാം, പറയണമെങ്കിൽ പറയാം. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ പറയുന്ന പിന്നെ ADGP MR അജിത് കുമാർ, അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു. ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടി കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അന്നും ഈ MR അജിത് കുമാർ ഉണ്ടായിരുന്നു. അന്ന് MR അജിത് കുമാർ ഒരു ഷാജ് കിരണിനെയും സ്വപ്ന സുരേഷിന്റെ അടുത്തേക്ക് വിട്ടിട്ടില്ല. MR അജിത് കുമാർ ഒരു RSSകാരനെയും കാണാൻ പോയിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ട്. അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോ അത് അങ്ങനെ MR അജിത് കുമാർമാർ അവർ നിയമത്തിനനുസരിച്ച് അവർ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ അന്ന് TP സെൻകുമാർ മതിയായിരുന്നു എന്നും മറുഭാഗത്തൊരു ആരോപണമുണ്ട്. അല്ല, ഞാൻ ഇത് പറച്ചില്ലല്ലേ. എന്നിട്ട് എന്തായി TP സെൻകുമാർ പിന്നെ ഇതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും ഞാനല്ല പറഞ്ഞിട്ടുള്ള K പ്രകാശ് ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയേണ്ട കാര്യമില്ല. കേസാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഒന്ന് BJP പ്രതിനിധിയിലേക്ക് പോയതിനു ശേഷം എനിക്ക് ഇടവേള വേണം. ഞാൻ അതിനുശേഷം ജയചന്ദ്രൻ മാഷിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് ജയചന്ദ്രൻ മാഷിനോട് മറുപടി പറയേണ്ടത്. TP ജയചന്ദ്രൻ, ഇതിലൊരു പ്രധാന വിഷയമുള്ളത് ഞാൻ കഴിഞ്ഞ തവണയും ചോദിച്ചത്, നിങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം പ്രതിപക്ഷം ഉയർത്താൻ പോകുന്ന ഒരു വിശ്വാസ രാഷ്ട്രീയത്തിൻ്റെ വിഷയത്തെ, പൂരത്തിൻ്റെ വിഷയത്തെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? പ്രതിപക്ഷം വിശ്വാസികൾക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് പൂരവുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ള എല്ലാ മതങ്ങളിലും പെട്ട സാംസ്കാരികോത്സവത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരോട് ഐക്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇനി അതിനെ നേരിടാൻ പോകുന്നത്? വളരെ മൂർച്ചയുള്ളൊരു ആയുധമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. പൂരം മാത്രമല്ല, അതിന്റെ കൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഇത്തരത്തിലുള്ള പിന്നെ ഉപജാപങ്ങളെ സംബന്ധിച്ചുമുണ്ട്, വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ചുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മുഴം പിന്നെയാണോ സഞ്ചരിക്കുന്നത്? തുടങ്ങാൻ നിങ്ങൾ വൈകിപ്പോയോ? പ്രതിപക്ഷം നിരത്തിലേക്ക് ഇറങ്ങി ബ്ലോക്കിൽ പ്രതിഷേധങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. TP അല്ല, കോൺഗ്രസ് കുറച്ചുകൂടെ നേരത്തെ തുടങ്ങുന്നതാണ് ഞങ്ങൾക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ എത്രയോ മുമ്പേ ഇറങ്ങിയില്ലേ അരുൺകുമാറെ? ഇവര് മുരളീധരനും നേതാക്കന്മാരുടെയൊക്കെ പഴയകാല പ്രസ് കട്ടിങ്, വീഡിയോ കട്ടിങ് എപ്പോഴെങ്കിലും ഒന്ന് ഒഴിവ് കിട്ടുമ്പോൾ എന്താണ് സാർ? അതായത് ബാക്കി എല്ലാ ഇടങ്ങളിലും മത്സരിച്ചിട്ട് കോൺഗ്രസ് അല്ല, കോൺഗ്രസ് ശശി തരൂരിന്റെ ഭൂരിപക്ഷവും ബാക്കിയുള്ളിടത്ത് കോൺഗ്രസിന്റെ ഭൂരിപക്ഷവും ആലത്തും മറ്റേ
ഇവിടെ മത്സരിച്ച വിജയമൊക്കെ ഒന്ന് എല്ലാം ഒന്നെടുത്ത് പരിശോധിക്കട്ടെ. 2 എണ്ണം അന്വേഷിക്കാനാണ് ഇപ്പൊ കമ്മിറ്റിയെ വെച്ചത്. അതല്ലേ ഇനി ജയചന്ദ്രൻ ആശ്വസിച്ചോളൂ മിസ്റ്റർ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾക്ക് ആശ്വസിക്കാം. നിങ്ങൾ ഇന്ന് നിരന്തരമായി പടവലങ്ങൾ പോലെ ഉടുതുണിയും അടിവസ്ത്രവും അഴിഞ്ഞ് കോൺഗ്രസിന്റെ എന്തിനാണ് സാർ അസ്വസ്ഥരാവുന്നത്? നിങ്ങൾ ഒന്ന് കേൾക്കുന്നേ. ചർച്ചയ്ക്ക് മര്യാദ കാണിക്കേ. നിങ്ങൾക്ക് അവസരം ജ്യോതികുമാർ, ഞാൻ നിങ്ങളോട് നിങ്ങൾ ബി.പി ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം, നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കണം. അവസരത്തിൽ കയറി ഉണ്ടാക്കുന്നത് മര്യാദയല്ല. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കണം, മൂലക്കുരു നിയന്ത്രിക്കണം, മരുന്ന് കഴിക്കണം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. ഒരു ഉത്തരം പറയണമെങ്കിൽ എതിർഭാഗത്തിന്റെ വ്യാധഗതികൾ കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സഹിഷ്ണുത എന്ന വാക്കിന്റെ അർത്ഥം പറയണം, ജനാധിപത്യം എന്നതിന്റെ വാക്കിന്റെ അർത്ഥം പഠിക്കണം, എന്നിട്ട് ചർച്ചയ്ക്ക് വരണം. മൂലക്കുരുവും ബ്ലഡ് പ്രഷറും നിയന്ത്രിച്ച് എതിരാളികളുടെ വാദഗതികൾ കേട്ടിരുന്ന് നിങ്ങളുടെ അവസരം വരുമ്പം മറുപടി പറയുന്നതാണ് ജനാധിപത്യത്തിൽ അനിവാര്യമായ പ്രക്രിയ. അതിനാണ് പൊളിറ്റിക്സിലേക്ക് വരാം, രാഷ്ട്രീയത്തിലേക്ക് വരാം. ടി.വി. ഏത് വിഷയവും പൊതുസമൂഹത്തിൽ അത് അദ്ദേഹത്തോടൊന്ന് അദ്ദേഹത്തിന്റെ ബി.പി മരുന്ന് കഴിക്കാൻ പറഞ്ഞു, മരുന്ന് കഴിക്കാൻ പറ സമയത്തിന്. ഇങ്ങനെ ചെയ്യില്ലല്ലോ, ശരിയല്ലല്ലോ. അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയോ? ഞാൻ അദ്ദേഹം പറയുമ്പോൾ മിണ്ടിയിട്ടില്ല. ഡോക്ടർ അരുൺകുമാർ, ഒരു കാര്യം ശരിയാണ്, ഏത് വിഷയവും ചർച്ച ചെയ്യാൻ ബി.ജെ.പി തയ്യാറാണ്. കോൺഗ്രസുമായിട്ട് പൂരം കലക്കലാണോ? ഞാൻ ചോദിക്കും, 6 വർഷമായി ജ്യോതികുമാർ പൂരം കലക്കുന്നു. എന്റെ സംശയത്തില്ല. പൂരം കലക്കി എന്ന് പ്രതിപക്ഷം പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പൂരം കലക്കി എന്നൊരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പൂരം കലക്കാൻ ഒരു ശ്രമം നടന്നു. ആ ശ്രമത്തിൽ കോൺഗ്രസിന്റെ പങ്ക് തിരിച്ചറിഞ്ഞതുകൊണ്ട് പ്രതാപൻ മത്സരിച്ചെടുത്ത് കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോയി. ഇത് മുഖ്യമന്ത്രിയുടെ ശബ്ദമാണ്. പൂരം കമ്മിറ്റി പൂരം കലക്കാൻ ഒരു ശ്രമം, പൂരം അലങ്കോലമാക്കാൻ ഒരു ശ്രമം അവിടെ നടന്നു. ടി.പി. ജയചന്ദ്രൻ പറയുന്നത് എക്സാക്ട്ലി അതേ വാചകമാണ്. അല്ല, ഈ ചർച്ചയിൽ ഞാൻ പറയും ചർച്ച നയിക്കുന്നത് ഡോക്ടർ അരുൺകുമാറാണ്. അത് പറയും ജ്യോതികുമാർ ചാമക്കാലയും പറയും ഈ ചർച്ച നയിക്കുന്നത് ഡോക്ടർ അരുൺകുമാറാണ് എന്ന് പറഞ്ഞാൽ അരുൺകുമാർ ഈ ചർച്ചയിൽ ജ്യോതികുമാർ ചാമക്കാലയും ജയചന്ദ്രൻ പറയുന്ന രണ്ടും എല്ലായ്പ്പോഴും ഒന്നാണ് എന്നാണോ? അതിൻ്റെ ശ്രമം നടന്നപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കൃത്യമായിട്ട് എൻ്റെ മുമ്പിൽ കടലാസുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കെ മുരളീധരനെ എത്ര തവണ അവിടുത്തെ പൂരസ്നേഹികൾ വിളിച്ചു? എന്തേ മുരളീധരൻ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങാൻ പോയി? അദ്ദേഹത്തിന് ബാധ്യത ഉണ്ടായിരുന്നില്ലേ കണ്ണിൽ എണ്ണയൊഴിച്ച് പൂരത്തെ സംരക്ഷിക്കാൻ? എന്തേ അദ്ദേഹം ഉറക്കമൊഴിച്ച് അദ്ദേഹം ഉറങ്ങാൻ പോയി? എന്തേ അവിടുത്തെ കോൺഗ്രസ്സുകാർ വിളിച്ച് അദ്ദേഹം എഴുന്നേറ്റില്ല? എന്തേ കലക്ടർ എഴുന്നേറ്റില്ല? സ്ഥാനാർത്ഥി ഉറങ്ങാതിരിക്കുകയും ആംബുലൻസ് റെഡിയായി അദ്ദേഹത്തിന്റെ വീട്ടിൽ തയ്യാറാക്കി നിർത്തുകയും എന്തേ ആ ആംബുലൻസിൽ അതിവേഗം പൂരത്തിൽ ഉറങ്ങാതിരുന്ന സ്ഥാനാർത്ഥി ഓടി ഈ സ്ഥലത്തേക്ക് എത്തുകയും റവന്യൂ വകുപ്പ് മന്ത്രി പോലും വരുന്നതിലും വേഗത്തിൽ സ്ഥാനാർത്ഥി അവിടെ എത്തുകയും ചെയ്തു? അരുൺകുമാറെ, അതാണ് ഞങ്ങളുടെ വിശ്വാസ്യതയും ഞങ്ങളുടെ കൃത്യനിർവഹണവും. പൂരം കലകുമെന്ന വിശ്വാസം, നിതാന്ത ജാഗ്രതയും കണ്ടെത്തലുകളും അതിനുള്ള പ്രതിരോധവുമാണ് ബി.ജെ.പി. ഞങ്ങൾ അഭിമാനിക്കുന്നു. ജനങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് ഓടിയെത്തുന്ന ഒരു സ്ഥാനാർത്ഥിയായി കലകുമെന്ന വിശ്വാസത്തിലാണോ ഉറങ്ങാതിരുന്നത്? അരുൺകുമാറിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങൾ 3 പേരെ കൊണ്ടുവന്നു എന്നെ പ്രതിരോധിക്കാൻ. ഒരക്ഷരം മിണ്ടാൻ നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. ഡോക്ടർ അരുൺകുമാർ ഓർക്കുന്നുണ്ടോ ആ ചർച്ച? എന്നെ സംസാരിക്കുമ്പോൾ തുടക്കം മുതൽ നിങ്ങൾ 3 പേരെ കൊണ്ടുവന്നു എന്നെ ഒറ്റയ്ക്ക് നേരിടാൻ. ഓർക്കുന്നോ ചർച്ച? ഒരക്ഷരം മിണ്ടാൻ നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. ചോദിച്ചു, ഞാൻ മറുപടി പറയാം. അങ്ങനെ അല്ല, ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറുചോദ്യം ചോദിക്കരുത്. ചോദ്യങ്ങൾ മാത്രമാവരുത്, ചോദ്യങ്ങൾക്ക് ഉത്തരവും പറയാൻ അവസരം തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മര്യാദ അല്ലെങ്കിൽ അനുഭവം ഞങ്ങൾ കൂടി തരിക. ഞാൻ ചോദിക്കട്ടെ, പൂരം സുരേഷ് ഗോപിക്ക് വരാൻ വേണ്ടി ആരെങ്കിലും കലക്കാൻ നിന്നപ്പോൾ മറ്റുള്ളവർ പോയി ഉറങ്ങിക്കിടന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ടാണോ? ഞങ്ങൾക്ക് അരുൺകുമാർ ആ സംവിധാനമുണ്ട്.
ഏത് പ്രദേശത്തും ഇത്തരത്തിൽ വയനാട് ദുരന്തമുണ്ടായപ്പോഴും ഞാൻ ഇവിടെ കിടക്കുന്ന എനിക്ക് വിവരം കിട്ടിയത് എങ്ങനെയാ? ഒരുപക്ഷെ പലരും കിടന്നുറങ്ങിയിട്ടുണ്ടാകും. അന്ന് കൃത്യമാ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറക്കൊഴിഞ്ഞ് ഭാരതത്തിലെ പ്രതിരോധ സേനയോട് തയ്യാറായി സ്ഥലത്തെത്താനും കുര്യനോട് വിളിച്ച് സ്ഥലത്തെത്താനും പറഞ്ഞത്. അതാണ് ഈ രാജ്യത്തെ ജനം ആഗ്രഹിക്കുന്ന പ്രതിരോധവും ഈ രാജ്യത്തെ ജാഗ്രതയും. ഡോക്ടർ അരുൺകുമാർ, ഞങ്ങൾ അഭിമാനിക്കുന്നു. ജനങ്ങൾക്കൊരു വിഷയമുണ്ടാകുമ്പോൾ, ഏതുതരം വിഷയമുണ്ടാകുമ്പോഴും കൃത്യനിർവഹണത്തിനു വേണ്ടി ഓടിയെത്തുന്ന ഭരണകൂടങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നവരും കിടന്നുറങ്ങുമ്പോൾ ജാഗരൂകരായി നിൽക്കാനും അതാണ് ഡോക്ടർ അരുൺകുമാർ സുരേഷ് ഗോപിക്ക് അവിടെ കിട്ടിയത്. മറ്റുള്ളവർ ഇസ്തിരി വഴങ്ങാത്ത ഷർട്ടുമിട്ട് വലിയ പ്രസ്താവനകൾ നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ അന്വേഷണ കമ്മിറ്റി പറഞ്ഞ മാതിരിയിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവാ പ്രവർത്തനങ്ങൾ, അവർക്ക് ആവശ്യമുള്ള സഹകരണവുമായി സുരേഷ് ഗോപി എത്തി. അദ്ദേഹത്തെ ജനം സ്വീകരിച്ചു. അത് കേരളം മുഴുവൻ മാറുമ്പോൾ മറ്റൊന്നുകൊണ്ടും ഇവർ അതൃപ്തരാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് ഇനിയും മുന്നോട്ട് പോകട്ടെ. ഇവരിപ്പോൾ തുടങ്ങുന്നത് നിർത്തരുതേ എന്ന് മാത്രമാണ്. ഞങ്ങളുടെ പണി കുറച്ചും കൂടി എളുപ്പത്തിലാകുമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ശരി, എം ജയചന്ദ്രൻ, നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി അങ്ങേക്ക് പറയാം. അതേസമയം ഇതൊരു രാഷ്ട്രീയ വിഷയമായി, തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമായി പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശബരിമല പോലെ ആളിപ്പടരാൻ ശേഷിയുള്ള, കത്തിപ്പടരാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ വിഷയമാണെങ്കിൽ ചുരുങ്ങിയ പക്ഷം വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെങ്കിലും ഇടതുമുന്നണിക്ക് ഇത് തെരുവിൽ പ്രതിരോധിക്കേണ്ടി വരില്ലേ? എന്തു നിലപാടെടുത്ത് പ്രതിരോധിക്കും? പ്രധാന ഘടകകക്ഷിയെയും ഈ CPM-നോടൊപ്പം നിൽക്കുന്ന പാർലമെന്ററി പാർട്ടി അംഗമായ MLA-യും പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്തത് തെരുവിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിപ്പിക്കും? ആ ചോദ്യം തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. കാരണം തെരുവിൽ ഇന്നവർ ഉയർത്തിക്കഴിഞ്ഞു. ആ മുദ്രാവാക്യം ഇങ്ങനെയാണ്: പൂരം കലക്കി മുഖ്യമന്ത്രി രാജിവെക്കുക എന്നതാണ്. മുഖ്യമന്ത്രിയും RSS-ഉം തമ്മിൽ ADGP വഴിയുള്ള ബന്ധം പരിശോധിക്കുക എന്നാണ്. PV അൻവർ ഉയർത്തിവിട്ട ആക്ഷേപങ്ങൾ പരിശോധിക്കുക എന്നതാണ്. ഇതെങ്ങനെ തെരുവിൽ നിങ്ങൾ നേരിടും ശ്രീ എം ജയചന്ദ്രൻ? ഡോക്ടർ അരുൺകുമാർ, ഞാൻ ജനയുഗത്തെ പറ്റി പറഞ്ഞത് രാഷ്ട്രീയമായി വളച്ചൊടിക്കരുത് ജ്യോതികുമാർ. ഞാൻ ജനയുഗത്തിൽ വരുന്ന നിലപാടുകൾ CPI-യുടേതല്ല എന്നുള്ള നിലയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ, അവിടെ ആ CPI എന്ന രാഷ്ട്രീയ കക്ഷി ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഭരണമുന്നണി രണ്ടാമത്തെ കക്ഷിയാണ്. അവർക്ക് വളരെ വ്യക്തമായ സ്റ്റാൻഡ് എല്ലാ കാര്യത്തിലും ഉള്ള രാഷ്ട്രീയ കക്ഷിയാണ്. ഒരു പക്ഷേ CPM-യേക്കാളും കൂടുതൽ വ്യക്തത പല കാര്യങ്ങളിലും കാണിക്കുന്ന കക്ഷിയും കൂടെയാണ്. അതൊക്കെ അറിയുന്ന ആളാണ് ഞാനും. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇന്നത്തെ എഡിറ്റോറിയൽ അടക്കം ഡോക്ടർ അരുൺകുമാർ പരാമർശിച്ചല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ഒരു പത്രത്തിൽ എഡിറ്റോറിയലായിട്ട് അടിച്ചു വരുമ്പോൾ അത് ആ പാർട്ടിയുടെ അഭിപ്രായമാണോ എന്ന് സംശയിച്ചു പോകും. അത് ഉത്തരവാദിത്തപ്പെട്ട പത്രം വായിക്കുന്ന ആരും. അതിന് മാധ്യമപ്രവർത്തനമൊന്നും ആവേണ്ട കാര്യമില്ല. അതാണ് CPI എന്ന രാഷ്ട്രീയ കക്ഷിയുടെ അഭിപ്രായമാണ് എഡിറ്റോറിയലായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നത് സംശയിച്ചു പോവില്ലേ? അവർക്ക് അങ്ങനെ നിലപാട് ഇതുവരെ പരസ്യമായിട്ട് അവർ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരാ നിലപാടെടുക്കുന്നവരാണ്, പരസ്യമായിട്ട് പറയുന്നവരാണ്, അതിന് മടിയില്ലാത്തവരാണ്. അത് കഴിഞ്ഞ LDF യോഗത്തിന് മുൻപും ശേഷവും ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് ഞാൻ ഉന്നയിച്ച പ്രശ്നം. അത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഈ രാഷ്ട്രീയ കാപട്യവുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട കാര്യമല്ല. ഞാൻ പറഞ്ഞത് CPI-യെ പോലെ രാഷ്ട്രീയ കക്ഷി അത്ര നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പത്രത്തിൽ വരും. പക്ഷേ ഈ എഡിറ്റോറിയൽ വന്നിട്ടുള്ളത് അങ്ങനെയാണോ എന്ന സംശയമാണ് ഞാൻ ഉന്നയിച്ചത്. ആ സംശയത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഏത് പത്രത്തിന്റെയും അഭിപ്രായമാണ്. ആ പത്രത്തിന്റെ അഭിപ്രായമാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഈ പത്രത്തിന്റെ ഉടമസ്ഥ CPI ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അതല്ലാതെ CPI-യുടെ നിലപാടല്ല ജനയുഗത്തിൽ വരുന്നത് എന്ന വക്രീകരണം എന്റെ പുറത്തേക്ക് ചാർത്തരുത്. അതാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ താങ്കളെ ഞാനെന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ ഈ ചർച്ചയുള്ള ആരെങ്കിലും ഭീഷണിപ്പെടുത്തേണ്ട ആ പണിയൊന്നും എന്റേതല്ല. അത്ര ഒരു പണി ഞാൻ എടുക്കാറുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇപ്പൊ പറയേണ്ടത് ഇത്രേ പറയുന്നുള്ളൂ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. താങ്കൾ പറയുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ തയ്യാറാണ് സർ. ഡോക്ടർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ല, വസ്തുത എന്നാ ആരും അല്ലല്ല, വസ്തുത എന്നാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതല്ലേ വസ്തുതയിലേക്ക് വന്നിട്ടില്ല. ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു, അവന് ജയസാധ്യതയുണ്ടെന്ന് തീരുമാനിച്ചിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്? ഇത്രയും സരളമായ ഒരു ചോദ്യമേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ഇങ്ങനെ വളച്ചു കെട്ടി ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട് ജയസാധ്യതയുടെ സ്ഥാനാർത്ഥിയെ ഓടിച്ചിട്ട് വേറൊരാളെ കൊണ്ടിരുന്ന എന്തിനാണ്? ഇത്രയുള്ള കാര്യം. അതിന്റെ പിന്നിൽ ഒരു വർഷം മുമ്പ് നടന്ന ഏർപ്പാടുകൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഏർപ്പാടുകൾ എന്താണെന്നുള്ളത് പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം. അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു ഭീഷണിയില്ല. അറിയുന്ന കാര്യം പലർക്കും ഈ ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്ന മാധ്യമരംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരാൾക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. താങ്കൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയാമല്ലോ ഇത്തരം കാര്യങ്ങൾ. അതേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അത് പറയുമ്പോൾ അനാവശ്യമായി താങ്കൾ പൊള്ളൽ അനുഭവിക്കുന്ന പോലെ ഇവിടെ ഈ തെരുവിൽ കോൺഗ്രസ് ഉയർത്തി ഞാനൊരു പ്രസംഗത്തിലെ ഒരു ഭാഗം കേട്ടത് ഇങ്ങനെയാണ്: ADGP MR അജിത് കുമാർ ഈ പൂരത്തിന്റെ തലേ ദിവസം തൃശൂർ നഗരത്തിൽ ഉണ്ടാവുക.
അദ്ദേഹത്തെക്കാൾ റാങ്കിൽ താഴെയുള്ളൊരു കമ്മീഷണറെ മാത്രം ഈ ചുമതല ഏൽപ്പിക്കുക. ഈ സമയം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഫോൺ ആദ്യഘട്ടത്തിൽ സ്വിച്ച് ഓൺ ആയിരിക്കുക, ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സ്വിച്ച് ഓഫ് ആവുക, അദ്ദേഹം പുലർച്ചെ മൂകാംബികയ്ക്ക് തൊഴാൻ പോവുക. അപ്പോൾ സ്വാഭാവികമായ സംശയങ്ങൾ ഉണ്ടാവുന്നു. ആ സംശയങ്ങളുടെ കുന്തമുന ചേർന്ന് നിൽക്കുന്നയാളാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നതാണ് കോൺഗ്രസ് തെരുവിൽ പറയുന്നത്. സ്വാഭാവികമായും RSSന്റെ കൂടിക്കാഴ്ച, 3 കൂടിക്കാഴ്ചകൾ, അതിനെക്കുറിച്ചുള്ള വിശദീകരണം വന്നിട്ടില്ല. ഇതൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എം ജയചന്ദ്രൻ, അത് ചോദ്യം ചെയ്യാതെ പോകാൻ പറ്റില്ല. അല്ല, ഇതാണ് കോൺഗ്രസ് തെരുവിൽ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യാതെ പോകാൻ കഴിയില്ല. എന്താണെന്നറിയാമോ? കേരളത്തിലെ ഇന്ത്യയിലെ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. എന്താണ് കോടതി പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കണം, എടുത്തു നോക്കണം. കോടതി വിധി എങ്ങനെ പൂരം നടത്തണമെന്നാണ് ആനകളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നത്തിലടക്കം കോടതി വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആരാണ് ഇടപെടണമെന്ന് കോടതി നിർദ്ദേശിച്ചത്? ADGPയോ IGയോ അല്ല, SP എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആ ഉത്തരവിലുണ്ടെന്നേ. അപ്പൊ നിങ്ങൾ വെല്ലുവിളിക്കാൻ പോകുന്നത് നീതിന്യായ വ്യവസ്ഥയാണെങ്കിൽ ആയിക്കോളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളുടെ വിശ്വാസികളുടെ യാത്രാസഞ്ചാരം തടസ്സപ്പെടുത്തണമെന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. പട്ട കൊണ്ടുവരുന്ന പാപ്പാന്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ടില്ല. അല്ല, അവിടെ അപാകത ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അതുണ്ടായി, ആ അപാകത ഉണ്ട്. ആ അപാകത കേവലം കമ്മീഷനിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുമോ എന്നാണ് ചോദ്യം. ജ്യോതി, മറുപടി. ജ്യോതി, നിങ്ങൾ തെരുവിൽ ചോദ്യം ചെയ്യാൻ പോകുന്നത് കോടതി വിധിയെ കൂടിയാണ്. ഇടതുപക്ഷം റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം മറുപടി പറയും. ജ്യോതി, നോക്കൂ, എത്ര ബാലിശമായ വാദങ്ങളായി മുന്നോട്ട് വീണ്ടും വീണ്ടും വയ്ക്കുന്നത്. അവിടെ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നടപടി ഇതുവരെ ഉണ്ടായില്ല? ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകണ്ടേ? അവിടെ ADGP അവിടെ ഉണ്ടായിരുന്നില്ലേ? ADGP എന്തിന് മൊബൈൽ ഓഫ് ചെയ്തിട്ട് പോയി? ADGP എങ്ങോട്ടേക്കാണ് പോയത്? ADGPക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നോ? ADGPയെ വിളിച്ചാൽ കിട്ടില്ലേ? ADGPക്ക് ഗൺമാനില്ലേ? ഗൺമാന്റെ ഫോണിൽ കിട്ടില്ലേ? കിട്ടും. പറഞ്ഞോളൂ, മറുപടി പ്ലീസ്. ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഗവൺമെന്റ് എഴുതി ഇക്കാര്യത്തിൽ കോടതി വിധി അടക്കം ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, ഈ ഇദ്ദേഹത്തിന് SP-ക്കെതിരെ നടപടിയെടുക്കാനുള്ള അനുമതി ചോദിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുത്തില്ല. അവസാനം ജൂൺ 10-ന് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് ശേഷമേ നടപടിയെടുക്കാൻ സർക്കാരിന് പറ്റുള്ളൂ. അതാണ് വസ്തുത. പക്ഷെ അദ്ദേഹത്തെ പിന്നീട് സ്ഥലം മാറ്റി എന്നതിനും അപ്പുറം മറ്റു നടപടികളിലേക്കൊന്നും കടന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ടെക്നിക്കൽ ഇന്റലിജൻസിന്റെ SP ആയിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. അത് അദ്ദേഹത്തിന് ഓക്കെ. ജ്യോതി, നമുക്ക് 1 മിനിറ്റിൽ താഴെ സമയം. ജ്യോതി, 30 സെക്കൻഡ്. അപ്പോ ആ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അത് നടപടിയെടുക്കാൻ ഇപ്പോഴും സമയമായിട്ടില്ല, ഞാൻ അകത്തുമില്ല. ഇവിടെ മറ്റേ ജയചന്ദ്രൻ ജയചന്ദ്രൻ പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ എല്ലാ സിസ്റ്റവും ഓപ്പൺ ആയിട്ടിരിക്കുകയായിരുന്നു. TP ജയചന്ദ്രൻ, ഞങ്ങളുടെ എല്ലാ സിസ്റ്റവും ഓപ്പൺ ആയിട്ടിരിക്കുകയായിരുന്നു. അവിടെ സേവാഭാരതിന്റെ ആംബുലൻസ് റെഡി ആയിരുന്നു, അപ്പൊ തന്നെ കൊണ്ടുപോയി എല്ലാം ചെയ്തു. ഞങ്ങളുടെ പ്രധാനമന്ത്രി ഉറങ്ങിയിട്ടില്ല, ചാടി പിടിച്ചു വന്നു, ഓടി പിടിച്ചു വന്നു, എല്ലാ സംവിധാനത്തിനെയും വിട്ടു, എല്ലാം ചെയ്തു. പക്ഷേ 1 രൂപയുടെ കാശ് കേരളത്തിന് തന്നിട്ടില്ല ജയചന്ദ്രൻ. മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്തപ്പോ 1 നായ പൈസ ഇന്ന് വരെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ജയചന്ദ്രൻ അറിയാമോ? അവിടെ എവിടെ പോയി ആർജോ? അവിടെ എവിടെ പോയി നിങ്ങളുടെ അവിടെ എവിടെ പോയി? കമ്മ്യൂണിക്കേഷൻ വയനാട്ടിൽ ഓഫായി പോയോ TP ജയചന്ദ്രൻ? ഒരു പൈസ കൊടുത്തില്ല. ഞാൻ കണ്ടിട്ടില്ല ഡോക്ടർ അരുൺകുമാർ മറയൂരിലെ ചന്ദനമുട്ടി കൊണ്ടുവന്ന് 75,000 ശവസംസ്കാരം ഞാൻ കണ്ടിട്ടില്ല. 4 കോടി രൂപയുടെ ഭക്ഷണം കൊടുത്തത് ഞാൻ ആന്ധ്രാപ്രദേശിൽ ഒരു മെമ്മോറാണ്ടവും ഇല്ലാതെ പൈസ കൊടുക്കും, ത്രിപുരയിൽ ഒരു മെമ്മോറാണ്ടം ഇല്ലാതെ പൈസ കൊടുക്കും. കേരളത്തിൽ മെമ്മോറാണ്ടം കൊടുത്താലും 50 ദിവസം കഴിഞ്ഞാലും പണത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവില്ല. തൃശൂർ പൂരത്തിനുള്ളതിരിക്കുന്ന ജാഗ്രത വയനാട് ചുരുൾമല മുണ്ടക്കൈ മേഖലയിൽ കണ്ടില്ല എന്നതാണ് ജ്യോതികുമാർ സൂചിപ്പിച്ചത്. കേരള മുഖ്യമന്ത്രിക്ക് അഭിപ്രായമുണ്ടോ? കേരള മുഖ്യമന്ത്രിക്ക് അരുൺകുമാർ പറഞ്ഞ അഭിപ്രായമുണ്ടോ? ഉണ്ടല്ലോ. എന്തുകൊണ്ട് പൈസ തരുന്നില്ല എന്ന് തെരുവിൽ ചോദിച്ചല്ലോ. ഞാൻ കേരള മുഖ്യമന്ത്രി അല്ല, ജ്യോതിയുടെ ചോദ്യം പ്രതിപക്ഷത്തിന്റെ ചോദ്യമാണ്. കണക്ക് കൊടുത്തു എന്ന് പറഞ്ഞോ? പിന്നെന്താ, ഓഗസ്റ്റ് 17-ാം തീയതി കണക്ക് കൊടുത്തില്ലേ? ഇന്ന് സെപ്റ്റംബർ മാസം 24-ആയില്ലേ? എവിടെ പണം? ജ്യോതിയുടെ 2005-ൽ ഉണ്ടാക്കിയ നിയമം ഡോക്ടർ അരുൺകുമാർ 2005-ൽ ഉണ്ടാക്കിയ NDRF നിയമം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് ത്രിപുരയ്ക്ക് കൊടുത്തത്? നിങ്ങൾക്ക് ത്രിപുരയുടെ കാര്യത്തിൽ ബാധകമല്ലാതിരുന്നല്ലോ. ഇതെന്തുകൊണ്ടാണ് കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം ബാധകമായത്? TP ജയചന്ദ്രൻ, അല്ല,
അല്ല 2005 ചുമ്മാ വന്ന് NDRF ചട്ടത്തിൽ എന്തെങ്കിലും ലംഘനം ഉണ്ടായതായിട്ട് അല്ലല്ല അതിനൊരു മറുപടി ആയിട്ടില്ല ടി പി. നമുക്ക് ആ ചോദ്യം അവിടെ നിർത്തിക്കൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. തെരുവിൽ എന്തായാലും അൻവറിനെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. എങ്ങനെ നേരിടാൻ പോകുന്നു ഇടതുപക്ഷം എന്നും BJP എന്നും നമുക്കിനി കണ്ടറിയണം. നന്ദി ചർച്ചയിൽ പങ്കുചേർന്നതിന് TP ജയചന്ദ്രൻ, M ജയചന്ദ്രൻ, ഒപ്പം ജ്യോതികുമാർ ചമക്കാല.